എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. +2 സേ ഇംപ്രൂവ്മെൻ്റ് എക്സാം ടൈം ടേബിൾ വന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന മറ്റ് ചില സംശയങ്ങളാണ്: എക്സാം സെൻറ്റർ, +2 സർട്ടിഫിക്കറ്റ് എപ്പോൾ ലഭിക്കും, ഹാൾ ടിക്കറ്റ് ഡീറ്റെയിൽസ് എങ്ങനെയാണ്, ഹാൾ ടിക്കറ്റ് എപ്പോൾ കിട്ടുമെന്നൊക്കെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ കൃത്യമായിട്ടൊരു മറുപടി ഇപ്പോൾ വന്നിരിക്കുകയാണ്. സർക്കുലർ തന്നെ പറയുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്. ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100 പേർ വീഡിയോ കണ്ടാൽ 10 പേർ പോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികൾ അങ്ങനെ ആവരുത്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. +2 സേ ഇംപ്രൂവ്മെൻ്റ് എക്സാം 2024 ടൈം ടേബിൾ വന്നിട്ടുണ്ട്. ടൈം ടേബിൾ നിങ്ങൾക്ക് പരിശോധിക്കാനുള്ള ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയേക്കാം. അപ്പോൾ എക്സാം സെൻറ്റർ, നമ്മൾ പഠിച്ച സ്കൂളിൽ തന്നെ എക്സാം സെൻറ്റർ കിട്ടും, അത് നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് പഠിച്ച സ്കൂളിൽ തന്നെ എക്സാം സെൻറ്റർ കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അത് ഉറപ്പിച്ച് പറയാൻ പറ്റുകയില്ല. അത് നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് നിങ്ങളുടെ കൈ കിട്ടിയതിന് ശേഷം മാത്രമായിരിക്കും എക്സാമിനേഷൻ സെൻറ്റർ അറിയാൻ സാധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന മറ്റൊരു സംശയമാണ്, നമ്മൾ പബ്ലിക് എക്സാം എഴുതുന്നത് നമ്മുടെ സ്കൂളിൽ തന്നെയാണല്ലോ, പിന്നെ എന്തുകൊണ്ട് സേ പരീക്ഷയുടെ സെൻറ്റർ മാറുന്നതെന്ന്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളോട് അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ചോദിക്കുന്നതിനുള്ള മറുപടിയായിട്ട് പറയാനുള്ളത്, എക്സാം സെൻറ്റർ നിങ്ങൾ എഴുതുന്ന സേ പരീക്ഷയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പഠിച്ച സ്കൂളുമായിട്ട് തന്നെ നിങ്ങൾക്ക് സെൻറ്റർ കിട്ടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ചിലപ്പോൾ പഠിച്ച സ്കൂളിൽ കിട്ടിയിരിക്കും, പക്ഷേ അത് ഉറപ്പൊന്നും പറയാൻ സാധിക്കില്ല. +2 സർട്ടിഫിക്കറ്റ് എപ്പോഴാണ്? ഇപ്പോൾ ജയിച്ച വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് ഒരു ജൂൺ മാസത്തോടു കൂടി തന്നെ ലഭ്യമാകും. പിന്നെ സേ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ പരീക്ഷ കഴിഞ്ഞ് സേ പരീക്ഷയുടെ റിസൾട്ട് എപ്പോഴാണ് വരുന്നത്, റിസൾട്ട് വന്നതിന് ശേഷം ഒരു 20 ദിവസത്തിനകം തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കും. പിന്നെ ഹാൾ ടിക്കറ്റ് എപ്പോഴാണ് നിങ്ങളുടെ കൈ കിട്ടുക? പരീക്ഷയ്ക്ക് 3 ദിവസം മുമ്പ് വിദ്യാർത്ഥികൾക്ക് ഹാൾ ടിക്കറ്റ് നൽകണമെന്ന് സർക്കുലറിൽ തന്നെ അവകാശപ്പെടുന്നുണ്ട്. അത് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ DHSC ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് ഇറക്കിയ സർക്കുലറിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട്, പരീക്ഷയ്ക്ക് 3 ദിവസം മുമ്പ് തന്നെ ഹാൾ ടിക്കറ്റ് വിദ്യാർത്ഥികളുടെ കയ്യിലേക്ക് കൈമാറണമെന്ന്. അപ്പോൾ +2 സർട്ടിഫിക്കറ്റ് ജയിച്ച വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യും? ജൂൺ മാസത്തോടെ തന്നെ എന്തായാലും കിട്ടും. പിന്നെ സേ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷയുടെ റിസൾട്ട് വന്നതിന് ശേഷം ഒരു 20 ദിവസത്തിനകം തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കും. എക്സാം സെൻറ്ററിൻ്റെ കാര്യം നമ്മൾ നോക്കുമ്പോൾ നിങ്ങളുടെ പഠിച്ച സ്കൂളിൽ തന്നെ കിട്ടണം എന്നുള്ളത് യാതൊരു നിർബന്ധവുമില്ല. കിട്ടിയാൽ നിങ്ങളുടെ ഭാഗ്യം, അല്ലെങ്കിൽ ഏത് സെൻറ്ററിലാണോ കിട്ടുന്നത് ആ സെൻറ്ററിൽ പോയി നിങ്ങൾ പരീക്ഷ എഴുതേണ്ടതാണ്. പിന്നെ അപ്പോൾ പ്രാക്ടിക്കൽ എക്സാം ഇനി എഴുതാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. തീർച്ചയായും പ്രാക്ടിക്കൽ എക്സാം എഴുതാം. അത് എത്രയാണ്? 29 30 തീയതിയോട് കൂടിയാണ്, ഈ മെയ് 29 30 കൂടിയാണ് പ്രാക്ടിക്കൽ എക്സാം നടക്കുന്നത്. അതിൽ ഫെയിലായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അത് രജിസ്റ്റർ ചെയ്ത് എഴുതാൻ സാധിക്കും. അപ്പോൾ ടൈം ടേബിൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ കാണാം. അതുവരേക്കും ബൈ.